ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ഫാമിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഞങ്ങൾ വന്നത് വൈകുന്നേരമായിപ്പോയിട്ടോ, ഭയങ്കര പെട്ടെന്ന് ഇരുടായിപ്പോയി. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ ഫാമിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ, നല്ല സാധനങ്ങളും ഉണ്ട് കേട്ടോ. കൂടുതൽ നമ്മളെ സ്വന്തം ഈത്തപ്പഴം ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇങ്ങനെ നന്നായി താന്നിങ്ങനെ കിടന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ നമുക്കൊരു നാടിൻ്റെ ഫീലെല്ലാം കിട്ടി കേട്ടോ. ഒരു നാട്ടിൽ വന്ന പോലെ എനിക്ക് തോന്നി. നല്ല പച്ചപ്പും മരങ്ങളും നല്ല പുല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറുനാരങ്ങ ഒരുപാടുണ്ട്. ഈ സൈഡിലെല്ലാം മൊത്തം ചെറുനാരങ്ങയാണ് കേട്ടോ. ഒരുപാട് ചെറുനാരങ്ങ മരം. പിന്നെ അത് ഫുള്ള് ചെറുനാരങ്ങൻ്റെ മരമാണ്. നല്ല ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ ഓവർ വലിപ്പമില്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങ തന്നെ. ഇത് പിന്നെ ഈത്തപ്പഴം ഇങ്ങനെ മൂക്കാത്ത ഈത്തപ്പഴങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇവരിതാതെ ഇങ്ങനെ ഉടച്ചിട്ട് ഉണങ്ങാം കേട്ടോ. ഇതുപോലെ തണുപ്പത്ത് ഒട്ടകത്തിനും ആടിനെല്ലാം കൊടുക്കുന്ന സാധനങ്ങൾ ആണോല്ലോ കേട്ടോ. അതിനാണോല്ലോ ഉണക്കി വെക്കുന്നുണ്ട് ഇവർ ഫുള്ളും. ഇങ്ങനെ കുറേ ഈത്തപ്പഴം ഉണക്കി ഇങ്ങനെ കിട്ടും. പോല് പറഞ്ഞ് ഇത് തണുപ്പെല്ലാം ആകുമ്പോൾ ഞങ്ങൾ ആടിനും ഒട്ടകത്തിനെല്ലാം കഴിക്കാൻ കൊടുക്കുന്നു. ഈത്തപ്പഴം തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോ എല്ലാം എടുക്കുക എന്ന് വിചാരിച്ച്. അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടത്തിലെല്ലാം പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ പണിക്കാരുണ്ട്, അവരുടെ ഡ്രസ്സാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ജോലിക്കാർ ബംഗാളിയും പിന്നെ പാകിസ്ഥാനിയും എല്ലാം ഉണ്ട് കേട്ടോ ജോലിക്ക്. പിന്നെ ഒട്ടകം, പശു, ആട്, കോഴികൾ, താറാവ്, പിന്നെ അതേപോലെ എല്ലാം ഉണ്ട്. ഒട്ടക, പശു എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇരുടായിപ്പോയി വന്നിട്ട്. നമ്മൾ വൈകുന്നേരമല്ലേ വന്നേ. വൈകുന്നേരം വന്നപ്പോൾ ഒരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ ഇരുടായിപ്പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് അവരുടെ ജോലി ചെയ്യുന്ന അവർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ആളുണ്ട് താമസിക്കുന്ന സ്ഥലം. ഇവിടെ പിന്നെ എല്ലാവരും കുറേ ആൾ കാണാനിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരു പാടിനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അവരുടെ ഈ ജോലി സ്ഥലത്ത് ഇങ്ങനെ സ്റ്റെപ്പിലെല്ലാം ഇറങ്ങിയിരുന്നപ്പോൾ ഞങ്ങളൊരു പാടിനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ സുറുമാമ്പഴം എല്ലാ സാധനവും ഉണ്ട്. പിന്നെ സ്ട്രോബെറി എല്ലാം ഉണ്ട്. സ്ട്രോബെറിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. പിന്നെ വേറെന്തോ ഉണ്ട് അതിനല്ലോ, അത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഒട്ടകം എനിക്ക് ഭയങ്കര പേടിയായി കേട്ടോ. ഒട്ടകം അങ്ങനെ നമ്മളെ തന്നെ നമ്മളെ എടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അപ്പോൾ ഇവിടെ വന്നത് നമ്മളെ ഡ്രൈവർ കെയർ ഓഫിലാണ് വന്നത് കേട്ടോ. ഇങ്ങനൊരു ഫാമുണ്ട്, നമുക്ക് പോകാൻ പറഞ്ഞിട്ട്. ഈ ഒട്ടകം നമ്മളെ കാണുമ്പോഴേ ഇങ്ങനെ വരുന്നത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. പാവം ഓടി വരുന്നുണ്ട്. ശരിയൊക്കെ ആണെങ്കിൽ ഒരു പേടിയില്ല. എനിക്കെല്ലാം ഭയങ്കര പേടി കേട്ടോ.
ഇപ്പോൾ ചേച്ചിയും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇയാളാണ് കേട്ടോ ഇത് നോക്കി നടത്തുന്നത്. പിന്നെ ഒരുപാട് പണിക്കാരുണ്ട്, ഇവരെ നമുക്കറിയില്ല. ഇയാളാണ് ആ ഫാമിൻ്റെ ആൾ ആള്. ഇവിടെ എല്ലാവരും വരുന്നതുകൊണ്ട് പിന്നെ ഇപ്പം അയാളിങ്ങനെ പറഞ്ഞു തരിക, എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ ചെയ്യും, എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി, ഭയങ്കര ഹൈറ്റ്. ഒന്നിനത് വേറെ തന്നെ ഇട്ടീന് കണ്ടോ. അയാൾ പിന്നെ നല്ലൊരാളാണ് തോന്നുന്നത്. നമുക്കെല്ലാം കാണിച്ചെല്ലാം തന്നു കേട്ടോ കൊണ്ടുപോയിട്ട്. അതൊരു ബംഗാളിയാണ് കേട്ടോ, തിന്നാൻ വേണ്ടിയിട്ട് പുല്ലരിയാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ മറ്റേ ഇവർക്ക് ഒട്ടകത്തിനും പശുവിനും അപ്പോൾ ഞാൻ ഷീജൻ തന്നെ ഇത് നോക്കുക. അപ്പോൾ ഞാൻ പറയാം ഷീജൻ തന്നെ നോക്കുന്നുണ്ട്. ഷീജ ആയിട്ടുണ്ടായതുകൊണ്ട് ഇതിന് ശരിക്കും കാണുന്നുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നി നമ്മളെന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് നമ്മൾ എടുത്ത് ഓടി വരുന്നത് കേട്ടോ. ഷീജക്ക് ഒരു പേടിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ കൈയെല്ലാം കൊടുക്കാൻ. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് പേടി ഇങ്ങനെ. ഞാനും ചേച്ചിയെല്ലാം പേടി. പിന്നെ ഒന്നിന് ഇതാ കാലിന്മേൽ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വിട്ടേന് കേട്ടോ. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വലുത് കണ്ടില്ല, അയാൾ പറഞ്ഞു അതിൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു, ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നമുക്ക് പേടി. അതായത് ഇത് കണ്ടില്ല, അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണ്ട, ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് ആടിൻ്റെയാണ്. ഇവിടെ നിന്ന് ആടൊന്നുമില്ല, ഇപ്പം ഇതിൽ ആടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയുള്ളത് ഇങ്ങനെ നടക്കുന്നു. ഇപ്പം തന്നെ ഇരുടായിപ്പോയി. ഇങ്ങനെ ഇതെല്ലാം കാണണമെങ്കിൽ കുറച്ചൊരു വെളിച്ചത്തെല്ലാണ് വരേണ്ടത് കേട്ടോ. നല്ല പച്ചപ്പ്, നാട്ടിലൊരു പോയ ഫീൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് നമുക്കൊരു മനസ്സിലൊരു കുളിർമെല്ലാം വന്ന്. പിന്നെ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട ഈത്തപ്പഴം കേട്ടോ. ഓലിക്ക് ഷീജക്ക് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. കുറേ ഈത്തപ്പഴവും പാല് മുട്ട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുനാരങ്ങ എല്ലാം കൊടുത്തു, മുരിങ്ങൻ്റെ എല്ലാം ഒടിച്ചു ഞങ്ങൾ. ഈ പശുക്കൾ, ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. അല്ല പശുക്കൾക്കെല്ലാം പുല്ല്, ഇവിടെ തന്നെ ഒരു പുല്ല് വളർത്തുന്നുണ്ട്. ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ ഈ പശുക്കളില്ല, ആ പശുക്കളിൻ്റെ വായിൽ ഇങ്ങനെ ഇത് കെട്ടി കൊടുത്തീന്. അപ്പോൾ അയാൾ അപ്പോൾ ഞങ്ങളപ്പോൾ ഇല്ലായിരുന്നു, അയാൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ. നിങ്ങൾ പിന്നെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പറയണേ അത് പാല് കുടിക്കുന്നതുകൊണ്ടാണെന്ന്. അത് പാല് കുടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന്. ഇഷ്ടമാതിരി പശുക്കളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ പോയിട്ട് പശുക്കളാണ്. പശുക്കൾക്ക് നമ്മളെ കണ്ടപ്പോൾ പേടി ഉണ്ടോ. ഈ പശുവിൻ്റെ ഇവിടെ എല്ലാം പാവം തോന്നിയിട്ടോ എനിക്കിങ്ങനെ കെട്ടി വെച്ചപ്പോൾ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഓല് പാല് കുടിച്ചു ഫുള്ള് പാല് കുടിക്കുമെന്ന്.
സ്വന്തമായിട്ട് പാല് കുടിക്കുന്നു. അതുകൊണ്ട് ഇവരിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് വായും കെട്ടിയിട്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയി. കണ്ടോ, നമ്മളാദ്യമായിട്ടല്ലേ ഇങ്ങനെ പശുവിന് പാല് കുടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാ അറ്റങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്ന സാധനങ്ങൾ അവർ ഇറക്കി വെച്ച് നല്ല വൃത്തിയെല്ലാം ഉണ്ട് കേട്ടോ, വൃത്തിയെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് കുറേ ആടും കാര്യങ്ങളൊന്നും വിറ്റ് പോയി തോന്നുന്നുണ്ട്. എന്താ, എനിക്ക് തോന്നുന്നു പശുക്കൾക്ക് നമ്മളെ പേടിയെന്ന്. നമ്മൾ എടുത്തു പോകുന്നതും പേടിയിട്ടാ. ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായി സമയത്ത് കേട്ടോ. നമ്മളെല്ലാം വേർത്തിങ്ങനെ ഒലിക്കുന്നുണ്ട്. നല്ല നല്ല പശുക്കളുണ്ട് കേട്ടോ. എല്ലാം നമ്മളെ നോക്കുക ആരാ ഇപ്പോൾ വന്നീനെന്ന്. ഞങ്ങൾ ഈത്തപ്പഴം പറിച്ച് തിന്നിട്ടാണ് നടക്കണം കേട്ടോ. ഫുള്ള് കച്ചറയായി. അല്ല, ഫുള്ള് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് ഷൂവിൻ്റെ എല്ലാം കഥ പറയണ്ട. ഇനി അപ്പുറം ഒട്ടകപ്പശിയുണ്ട്, അതിനെ കാണാൻ പോവാട്ടാ. ഞാനും ചേച്ചി സ്പീഡ്. ഷീജനൊന്നും കാണണേ ഇല്ല. ഷീജ നമ്മളെ കാത്തുക്കൂല്ല കേട്ടാ. ഓള് ടിക്ടോക്ക് എടുക്കാൻ ഓള് നേരെ ഇരുടാവും എന്നുള്ള ടെൻഷനിൽ ഓടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അതാ വരുന്നു. ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ പശുക്കളാണ്. നല്ല നല്ല പശുക്കൾ, നല്ല വൃത്തിയുള്ള പശുക്കൾ. അതിൻ്റെ ഉള്ളിലാണ് ഒട്ടക പശുള്ളത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റും. അതിനെ കാണുമ്പോൾ ഭയങ്കര ഹൈറ്റുള്ളൊരു സാധനമുണ്ട് കേട്ടോ. ഷീജ അവിടെ ടിക്ടോക്കിൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോഴാണ് ഞങ്ങളങ്ങോട്ട് പോകുന്നത്. ഇരുടായിപ്പോയി. നേരത്തെ വരണം. പക്ഷേ ചൂടത്ത് വന്നിട്ട് കാര്യമില്ല കേട്ടോ. ഭയങ്കര ചൂട്, വേർത്ത് കുളിക്കുന്നുണ്ട്. ഫർദലിട്ട് വന്നാൽ കാര്യം കഴിഞ്ഞ്. ആ ഒട്ടകപ്പശിയാണെങ്കിൽ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. ഇതിൽ നിറയെ ഒട്ടകപ്പശികളാട്ടാ. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇപ്പം ഒന്ന് വരും കേട്ടോ. ഭയങ്കര വലിയ ഒട്ടകപ്പശി. അതിനെ കാണുമ്പോഴേ ഓടി. കണ്ടോ നടന്നു വരുന്നത്. അത് അങ്ങോട്ട് നടക്കുക, കണ്ടോ ഇങ്ങോട്ട് പോവുക, അങ്ങോട്ട് എടുക്കുക. അതിൽ നിറയെ ഉണ്ട് കണ്ട. ദൂരം അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതാ ഒന്ന് കണ്ട. ഇത് കുട്ടികളാണ്, പക്ഷെ അത് ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള സാധനം. അതിന് ഒറ്റ കിട്ടീനോല് കണ്ട. കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നല്ല പുല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒന്നിന് ഇരുടായിപ്പോയി, നല്ല ഇരുടായി. പിന്നെ കുറേ താറാവും കാര്യമെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇരുടായി പോയതുകൊണ്ട്. നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല പുല്ലെല്ലാം പശുക്കൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് അത് ഇത്രയും ചൂടത്ത് ഇതേപോലെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം. ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയി. എന്താ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ തണുപ്പത്തെല്ലാം വന്ന് കാണാൻ വരും. ചൂടത്തായാലും വന്ന് അയാൾ പറയുന്നത് മിഞ്ഞാന്ന് ഇന്നലെ എന്നും എല്ലാം ഉണ്ടായിരുന്നു ആൾക്കാർ. പകലിന്ന് രാവിലെന്ന് ഈത്തപ്പഴമെല്ലാം കുറച്ച് കൊണ്ടുപോകും. ഈ ഈത്തപ്പഴം കണ്ട, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കേട് വന്ന ഈത്തപ്പഴമാണല്ലോ. ഇതെല്ലാം ഞോല് ഉണക്കി ചതച്ച് ഉണക്കിയിട്ട് ഇവർ തണുപ്പത്ത് ഒട്ടകത്തിനും ആടിനെല്ലാം പശുക്കൾക്കെല്ലാം തിന്നാവും. നല്ലതാണല്ലോ. ഇതിന് നമുക്കൊരു ഈത്തപ്പഴത്തിനെ പറ്റി ഒന്നും അറിയില്ല.
ഇത് ഞങ്ങൾ വന്ന പാടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഈ വെളിച്ചത്താണ് വന്നിരുന്നത്. പക്ഷെ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടായി പോയി. ഇതിലെല്ലാം കോഴിക്കളെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഈ രാത്രി വന്നിട്ട് കാര്യമില്ല. വരികയാണെങ്കിൽ പകൽ വരണം കേട്ടോ. പകൽ വന്നാലാണ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് രാത്രിയാണ്, എണീറ്റ പാടുമാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ. ചേച്ചി നല്ല കൂർക്കം പല്ലിയാണ്, അതും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ചേച്ചി എണീറ്റിട്ടില്ല, ഞാൻ നേരത്തെ എണീറ്റതാണ്. സൗണ്ട് എല്ലാം കൊടുത്ത് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതേപോലെ ഓരോ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ചു പോക്കായി, ഇരുട്ടായി, തിരിച്ചു പോക്കായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ മറക്കാതിരിക്കുക. എനിക്കും വേണ്ടി ദുആ ചെയ്യുക. എൻ്റെ കുടുംബത്തിനും വേണ്ടി തീർച്ചയായും ഞാനും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കെല്ലാം ഇങ്ങനെ വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുക പോയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായും. ഞാൻ തന്നെ ഇത്രയും വർഷമായിട്ട് ഖത്തറിൻ്റെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ ആരെങ്കിലെല്ലാം നമുക്ക് ഇങ്ങനെ സ്ഥലമുണ്ട് പോകാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ മുത്തുമണികൾ ആരും എന്നെ മറക്കരുത്. എല്ലാവരും ലൈക്ക് അടിക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലൈവ് ഇടുമ്പോൾ ലൈവിൽ വരിക. അപ്പോൾ ഇത്രയെല്ലാം വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക, സ്നേഹത്തോടെ നിൽക്കുക എല്ലാവരോടും. അപ്പോൾ ഇതല്ലല്ലേ നമ്മൾക്ക് ഒരു സന്തോഷമുള്ളൂ ഇവിടെ. സ്നേഹത്തോടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ ബൈ.